ഋഷിക്ക് കാലിൽ ഭയങ്കര പെയിനാണ്. അപ്പോൾ പലരിടത്തും പറഞ്ഞിട്ട് ഓരോരുത്തർ ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ആരും കാലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് തടവി കൊടുക്കാനോ ഒന്നും ആരും തയ്യാറായില്ല. ഋഷിക്ക് ഭയങ്കര ഫീലായി. അൻസിബ ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ഞാൻ അൻസിബ എനിക്കും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിപ്പം എല്ലാവർക്കും എന്തോ ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ജിൻഡോ വരുന്നത്. ജിൻഡോ കൂളായിട്ട് പറഞ്ഞിടാ ഇങ്ങോട്ട് ഞാൻ ചെയ്തുതരാമെന്ന് പറയുന്നു. അങ്ങനെ ജിൻഡോ നമ്മുടെ ഋഷിയുടെ കാലൊക്കെ പുള്ളി കുറേ സമയം നിന്നല്ലോ ടാസ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ഉണ്ട്, അത് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ലൈവിൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു കാര്യം എന്താണെന്നറിയോ, ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി, അത് ജിൻഡോയുടെ ഗെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ജെന്യുവൻ ആണോ ഫേക്ക് ആണോ എന്താണെങ്കിലും, ജിൻഡോയ്ക്ക് അങ്ങനെ ആരെടുത്തും ഒരു വേർതിരിവില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ശത്രുവിനാണെങ്കിൽ പോലും ഒരു സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നാൽ ജിൻഡോ എല്ലാ ഇതും ഈഗോയൊക്കെ മാറ്റി വെച്ചിട്ട് പുള്ളി അവിടെ മുന്നിൽ തന്നെ കാണും. അത് ജിൻഡോയുടെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ ആർക്കൊരു ആവശ്യം വന്നാലും ഓടിയെത്താനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഈ പറഞ്ഞ ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളിൽ പോലും ചെയ്യാനൊന്നും ജിൻഡോയ്ക്ക് മടിയില്ല. ഇന്നിപ്പോൾ അർജുൻ ആ ഒരു മസിൽ പിടിച്ച് വീണപ്പോഴും ജിൻഡോയെ ഉണ്ടായിരുന്നുള്ളൂ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ജിൻഡോ. ഇനിയിപ്പോൾ ലൈവിൽ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒന്നും എത്തിയിട്ടില്ല, തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. തൽക്കാലം ബൈ.